ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മതേതരത്വം നിലനിർത്തുക എന്നത്. ഹിന്ദുക്കളുടെ വോട്ട് മുസ്ലിങ്ങൾക്കും കിട്ടും, പക്ഷെ മുസ്ലിങ്ങളുടെ വോട്ട് ഹിന്ദുക്കൾക്ക് കിട്ടുമോ? ഇല്ല. അവരുടെ വോട്ട് ഹലാലാണ്. മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, കാഫിറുകൾക്ക് കൊടുക്കാനുള്ളതല്ല. ഹിന്ദുക്കള് ഇങ്ങനെ അവരുടെ വിഷയങ്ങളെ കുറിച്ച് പൊതുബോധമുള്ളത് കൊണ്ടും നാളെ സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക ഭീകരതയിൽ ആകുലതകൾ ഉള്ളത് കൊണ്ടും അവരിത് തുറന്നു പറയുമ്പോൾ അവരെ പ്രശ്നക്കാരാക്കി മാറ്റാൻ ശ്രമിക്കും. ഇനി കേരളത്തില് BJP വരുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി കേരളത്തിൽ നിന്ന് ഒരു MP പോലും ഇല്ലെന്ന് വിചാരിച്ചോ, കേന്ദ്രം പപ്പുപിള്ള ഭരിക്കുവോ? ഇല്ല. കേരളത്തിൽ ചിലപ്പോൾ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കോൺഗ്രസ് ഭരിക്കും, സമ്മതിക്കുന്നു. അവരെ മുമ്പിൽ നിൽക്കുമെങ്കിലും പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കുമെന്നും നമുക്കറിയാം. ശരീഅത്ത് നിയമം എന്താണ് എന്ന് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഹിന്ദുക്കള്, മതേതര വിശ്വാസികൾക്ക് ഒട്ടനെ മനസ്സിലാക്കും. ശരീഅത്ത് നിയമത്തിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആകുലതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. അതാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയില്ലേ, അതുകൊണ്ടാണ്. ഇവിടുത്തെ മതേതരത്വവും സൗഹാർദ്ദവും ആർക്കാണ് വേണ്ടത്? ആർക്കാണ് വേണ്ടത്? മുസ്ലിം ലീഗിന് വേണ്ട, കോൺഗ്രസിന് വേണ്ട, കമ്മ്യൂണിസ്റ്റിന് വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഹിന്ദുക്കൾ മതേതരന്മാരാകേണ്ടത് എന്ന് കൂടി ഒന്ന് പറയാം. അതായത് BJPക്ക് വോട്ട് ചെയ്താൽ വർഗീയത, SDPIക്ക് ചെയ്യാം, PDPക്ക് ചെയ്യാം, PFIക്ക് ചെയ്യാം, സോളിഡാരിറ്റിക്ക് ചെയ്യാം, മുസ്ലിം ലീഗിന് ചെയ്യാം, ജമാഅത്തെ ഇസ്ലാമി ഇതൊന്നും അങ്ങനെ ആകുന്നുമില്ല. ഇന്നത്തെ ഇടതനും വലതനും ആരുടെ കൊടി പിടിച്ച് ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നാളെ നമ്മുടെ തലമുറ എത്രമാത്രം അപകടത്തോടുകൂടി ആയിരിക്കും സുന്നത്ത് കഴിച്ച് പർദ്ദയും മക്കനെയും ഇട്ട് അപ്പിക്കുപ്പായത്തിനകത്ത് കയറി ജീവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവര് പ്രതികരിച്ചു തുടങ്ങി. അത്രേ ഉള്ളൂ. അവരുടെ ആ പ്രതികരണത്തില് നിങ്ങൾ ഒരുപാട് ആകുല ചിത്തരൊന്നും ആകണ്ട, ഇതൊക്കെ അനിവാര്യമാണ്. ഇസ്ലാമിക രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ? ഡുണ്ടു മോൻ ജാമിദായ്ക്ക് മാത്രമേ മൈരുള്ളോ മോനെ? ആണോ? അതെന്താ, നിന്റെ ഉമ്മയുടെ കാലിന്റെ ഇടയിലുള്ളത് അതല്ലേ? ഇല്ലേ? കൂടുതൽ പറയിപ്പിക്കല്ലേ, ഇറങ്ങിപ്പൊയ്ക്കോ അലവലാദികളെ. നിന്റെയൊക്കെ ഇത്തരം അസഭ്യങ്ങളും പുലഭ്യങ്ങളും ഒക്കെ കേട്ടിട്ട് അയ്യോ പേടിച്ച് നാണിച്ച് പോകുന്ന ഒരാളെയാണ് നീയൊക്കെ കണ്ടിട്ടുള്ളതെങ്കിൽ അല്ല, അടിച്ച അണ്ണാക്കി ഞാൻ പൊളിക്കും. പൊയ്ക്കോ തെണ്ടികളെ. ഓരോരുത്തന്മാര് വന്നേക്കുക. അയ്യോ ഗുരു നബി നായകനോരെ മർഹബ ഭാഗ്യ സദാത പൊരുളായ സലാത്ത് സലാമുകളാലെ കൽബകമണ്ണിൽ നിത്യ തിരുനബി ഭൂലോകത്തിന്മേധാവായിട്ടുള്ളൊരു നിധിയെ ഇഹപര സുന്ദരമണിയെ സുന്ദര്യാമിന പൂവേ ത്വാഹ ജയമണി ത്വാഹ ഇഹപര ഗുരു നബി നായകനോരെ മർഹബ ഭാഗ്യ സലാത്ത നബിയേ 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 നബി. ജനഗണമന പറ്റില്ല, സാരെ ജഹാസെ അച്ഛ പറ്റില്ല, വന്ദേ മാതരം പറ്റില്ല, നമുക്ക് ഇത് പറ്റും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉറക്കെ സംസാരിക്കുന്നതെന്ന് ഒരു ഐഷ വന്നിട്ട് പറയാണ്, നിനക്കെതിരെ കേസ് കൊടുക്കുന്ന ഒന്ന് കൊണ്ടുപോയി കൊടുക്കു കൊച്ചേ. ഇത്തരം വിഷയങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു അവസരം തായോ. ഇസ്ലാമിക ഗ്രന്ഥമെന്ന് പറയുന്ന ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന യുദ്ധവും കൊള്ളയും കൊലയും അന്യമത വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും ഇന്ത്യ വിരുദ്ധതകളുമൊക്കെ ലോകത്തെ ഒന്ന് അറിയിക്കാൻ എത്ര കാലമായി കാത്തിരിക്കും. ഇത് മലയാളത്തിൽ നിങ്ങളിൽ കുറച്ച് ആളുകൾ മാത്രമല്ലല്ലോ കേൾക്കേണ്ടതും അറിയേണ്ടതും.
ഇതിന്റെ അപകട സാധ്യതകൾ ലോകം മുഴുവനും എത്തണ്ടേ? അതിനുവേണ്ടിയാ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കൊണ്ടുപോയി കേച്ചു കൊടുക്കുക കൊച്ചേ പോ. അപ്പോ നമുക്ക് ഇത് പറ്റും. കണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മളൊക്കെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ പോലും മാറ്റിയെടുത്ത് നബിയുടെ പേരിലാക്കി മാറ്റിയിട്ട് ഇവർക്കൊക്കെ എതിരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ജയ ഹേ പറയുമ്പോൾ ഇവര് നബിയേ നബിയേ എന്ന് പറയുന്നു. ഓക്കെ, നബി നബി നബിയേ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേതനമേകും പൂങ്കാവനങ്ങളും ഇവിടെ പൂങ്കാവനങ്ങളും ഇവിടെ ഇലയും ഇതളും പൂവും മുട്ടും എടുത്തെടുത്ത് പിച്ചിടാൻ തലവും വിട്ടുതരും പൂങ്കൊമ്പുകൾ തടച്ചു വളരുന്നുണ്ടിവിടെ തടച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ. വന്ദേ മാതരം പറ്റില്ല. അയ്യോ, അത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനം വരെ നമുക്ക് അനുകൂലമാക്കി അങ്ങ് മാറ്റി. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല അല്ലേ? അതൊക്കെ നമുക്കാകുമ്പോൾ ഹലാലാണ്, നമുക്ക് എന്തും പറ്റുമല്ലോ. കാരണം ഇവർ ഈ ഭരണകൂടമൊക്കെ നമ്മളെ കണ്ടിട്ട് പേടിച്ചല്ലേ നിൽക്കുന്നത്. നമുക്ക് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല. അപ്പോ ഈ മതതീവ്രവാദത്തെ എതിർക്കുന്നത് കൊണ്ട്, ഈ മതഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഒരു മോദി ഫോബിയ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇനി അതൊക്കെ നിലനിൽക്കുമോ? കാരണം പുരോഹിതന്മാരാണ് മിമ്പറുകൾ കയറി നിന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടിയും ഈ ഭാരതത്തിന് വേണ്ടിയും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നതെല്ലാം. നമുക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, ജനങ്ങൾ തിരിച്ചറിയുമെന്ന്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. വളരെ കുറച്ച് കാലത്തേക്ക് കുറച്ചു പേരെ മാത്രമേ നിങ്ങൾക്ക് കബളിപ്പിക്കാനും പറ്റിക്കാനും അവരെയൊക്കെ വെട്ടിലാഴ്ത്താനും ഒക്കെ പറ്റുള്ളൂ. പക്ഷേ അതൊക്കെ ഭേദിച്ച് സത്യത്തിന് അത്ര പവർ ഉണ്ടല്ലോ, അത് പുറത്തു വരും. ചില മോദി വിരോധികൾ ചോദിക്കുന്നുണ്ട്, നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കണ്ണു തുറന്നു ചുറ്റും നോക്കേണ്ടതുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കില്ല. ഈ ചുരുങ്ങിയ 10 വർഷം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വേണ്ടി ചെയ്ത 1 അല്ല 2 അല്ല 5 അല്ല 50-ലധികം കാര്യങ്ങൾ ഞാൻ പറയാം. ലിസ്റ്റ് ഇനിയും ഒരുപാട് കൂടുകയുള്ളൂ. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾ നിർമ്മിച്ചത് കൂടി പറയണമല്ലോ. നരേന്ദ്രമോദി നിർമ്മിച്ചത് മാത്രം പറയാൻ പറ്റില്ലല്ലോ. വൈറ്റ് കോളർ ഭീകരത, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയത്, ഈ രാജ്യത്തിൽ അജ്ഞാതന്മാർക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ട്. അജ്ഞാതന്മാരെ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. കാരണം കണ്ടില്ലേ, ഇപ്പൊ ഉസ്മാൻ ഹാദി, അവൻ ഇന്ത്യക്കെതിരെ എന്തോ പറഞ്ഞതാ, ഉടനെ ചിതറിത്തെറിച്ചു അവന്റെ തല. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ. പിന്നെ നമ്മളെന്താ, റിസിൻ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിച്ചു. നമ്മുടെ കഴിവല്ലേ അത്. യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിൽ തീയിട്ടവനെ മതേതരനായി പ്രഖ്യാപിച്ചു. ബൈബിള് തീയിട്ട് നശിപ്പിച്ചവനെ നമ്മൾ മതേതരനാക്കി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, മാനസിക രോഗിയാക്കിയൊക്കെ. പിന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കലിമ ചൊല്ലാൻ പറഞ്ഞ് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയ അവർക്ക് വേണ്ടി, ആ ഭീകരന്മാർക്ക് വേണ്ടി വാതോരാതെ നമ്മൾ സംസാരിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി നമ്മൾ അവനെ ഹുസൈൻ എന്നുള്ളത് മാറ്റി അവനെ ഒരു ഹിന്ദുവാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചു, നമ്മളത് ചെയ്തു. യഹ്യാ സിൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. ഇസ്മായിൽ ഹനിയയുടെ ചോര
ആരാണോ കണ്ടത് അവന്റെ ചോര കാണണമെന്ന് പറഞ്ഞ് നെതന്യാഹുവിനെതിരെ വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി. പലസ്തീനിലെ ഗാസയിലേക്ക് ചോറ് കൊണ്ടുപോയി, വെള്ളം കൊണ്ടുപോയി, ബന്നു കൊണ്ടുപോയി, റൊട്ടി കൊണ്ടുപോയി, പാമ്പർ കൊണ്ടുപോയി. നമ്മൾ എന്തെല്ലാം ചെയ്തു. നൈജീരിയയിലേക്ക് നോക്കിയില്ല നമ്മള്, ബംഗ്ലാദേശിലേക്ക് നോക്കിയില്ല നമ്മള്. ഇവര് ചെയ്ത ഒരു തന്തയിലാഴികകളും വിളിച്ച് നമ്മൾ പറഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ ഭരണ നേട്ടമല്ലേ? അതിനിടയ്ക്കാണ് നരേന്ദ്രമോദി ഉണ്ടാക്കിയ പാലവും പൊക്കി പിടിച്ചുകൊണ്ട് ഇവരൊക്കെ വരുന്നത്. ഇതൊക്കെ എന്തല്ലേ? രുചിയില്ലാത്ത, മണമില്ലാത്ത, ഒരിക്കലും ആരും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷദ്രാവകമുണ്ടാക്കി നമ്മള് കാഫിറുകൾക്ക് കൊടുത്ത് കൊല്ലാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. എത്രയെത്ര ആശുപത്രികളിൽ നമ്മൾ അത് എത്തിച്ചു കൊടുത്തു. പിന്നെ അണ്ടിയിലും കുണ്ടിയിലും ഒക്കെ നമ്മൾ സ്വർണം കടത്തി മുക്കി കയറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുക്കി തൂറി വെച്ചിട്ട് അത് നമ്മൾ ഹലാലാക്കി. നമ്മൾ എന്തൊക്കെയാ ചെയ്തത് അല്ലേ? ഹലാലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഉമ്മറം നമ്മൾ വിശാലമാക്കി, പുരുഷന്മാരുടെ പിന്നാമ്പുറം നമ്മൾ അതിനേക്കാൾ വിശാലമാക്കി. എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ മുക്കി തൂറിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്തില്ലേ? ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വികസനങ്ങളാ. പുരുഷൻ ശരീരത്ത് സ്വർണ്ണമിടരുത്, ഹറാമാണ്, കുണ്ടിയിൽ വെക്കാം, അത് ഹലാലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ നമ്മള്? ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മാറ്റങ്ങളാണ്, വളർച്ചകളാണ്, പുരോഗതിയാണ്. പുരോഗതി ഉള്ളതെന്നൊന്നും പറഞ്ഞേക്കല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ പുരോഗതി. പുരോഗതികൾ ഇനിയും ഒരുപാടുണ്ട്. ആ പുരോഗതി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലല്ലോ ഇത്. അതുകൊണ്ട് ശരി, നരേന്ദ്രമോദി ഫോബിയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. നമുക്ക് എന്തിനല്ലേ? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു. രാജ്യത്ത് 12 കോടിയിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ചു. പുതിയതായി 400-ലധികം മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് സ്ഥാപിച്ചു. പുതിയതായി 7 IIT-കൾ ആരംഭിച്ചു. പുതിയതായി 9 IIM-കൾ ആരംഭിച്ചു. പുതിയതായി 16 IIIT-കൾ ആരംഭിച്ചു. പുതിയതായി 16 എയിംസുകൾ ആരംഭിച്ചു. അയോധ്യ രാമക്ഷേത്രം പണിതു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇതൊക്കെ പറയുമ്പോൾ പറയാതെ പോകുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് കേട്ടോ. ഇന്ത്യയെ ചൊറിഞ്ഞാൽ അവരുടെ സാമാനത്തിനകത്ത് അവര് പോലും അറിയാതെ തെറിക്കുന്ന ചിപ്പുകൾ വെച്ച് പൊട്ടിത്തെറിപ്പിക്കുമെന്ന് കൂടി പഹൽഗാം ഭീകരാക്രമണത്തോടു കൂടി ഇന്ത്യ തെളിയിച്ചു. ഇന്ത്യയെ തൊട്ട് കളിക്കണ്ട, ഒരൽപ്പം വിട്ടുനിന്ന് കളിച്ചോളാൻ. അതും നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് മാത്രം സാധിക്കുന്നതാ. നമ്മുടെ രാജ്യത്തെ തൊട്ടു കളിച്ച ഏതാനും മണിക്കൂറുകൾക്കകം അവന്മാരിൽപ്പെട്ട 6 പേരും 6 സ്ഥലങ്ങളിലായി ചിതറിത്തെറിച്ചു. കാരണം സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ രാജ്യത്തിനെതിരെ നിങ്ങൾ ആയുധമോങ്ങുന്നതെങ്കിൽ നിന്റെയൊക്കെ ആയുധം എയറിൽ നിൽക്കുമെന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. കോൺഫറൻസ്, കൺവെൻഷൻ, എക്സിബിഷൻ ഹാളുകൾ നിർമ്മിച്ചു. തുടർച്ചയായി 105 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ട് 75 കിലോമീറ്റർ ബിറ്റുമിനസ് പാത സ്ഥാപിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ് ഇന്ത്യക്ക് ലഭിച്ചു. ലോകത്തെ 2ാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളായി മാറി ഇന്ത്യ. 2025 മാർച്ച് വരെ ഇന്ത്യയുടെ മൊത്തം റോഡ് ശൃംഖല 63 ലക്ഷം കിലോമീറ്ററിലധികമാണ്. 2014 2025 ഇവിടെ 54,917 കിലോമീറ്ററിലധികം പുതിയ ദേശീയപാതകൾ കൂട്ടിച്ചേർത്തു. ഇത് മൊത്തം ദേശീയപാതയുടെ നീളം ഏകദേശം 91,287 കിലോമീറ്ററിൽ നിന്ന് 1,46,204 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ദേശീയപാതകൾ 60% വളർന്നു. 2014 11.6 കിലോമീറ്ററിൽ നിന്ന് ഈ രാജ്യം 70 വർഷം ഭരിച്ചു മുടിച്ച കോൺഗ്രസ് പറയണം ഇതുപോലെ എണ്ണി എണ്ണി പുരോഗതികള്. മുസ്ലിം ഭീകരന്മാർക്കു വേണ്ടി ഉണ്ടാക്കി കൊടുത്ത നിയമ ഭേദഗതികൾ ഞങ്ങൾ പറഞ്ഞു തരാം. ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിച്ചു കൊടുത്ത ആനുകൂല്യങ്ങൾ പരിഷ്കരിച്ചു കൊടുത്ത വഖഫ് പോലെയുള്ള നിയമ ഭേദഗതികൾ ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ പരിഷ്കാരങ്ങൾ പറഞ്ഞാൽ മതി. ഹൈവേ നിർമ്മാണ വേഗത പ്രതിദിനം 34 കിലോമീറ്ററായി. ഏറ്റവും വേഗതയേറിയ റോഡ് നിർമ്മാണത്തിനുള്ള പുതിയ ലോക റെക്കോർഡ് ഇന്ത്യ സ്ഥാപിച്ചു. ഗാസിയാബാദ് അലിഗഡ് എക്സ്പ്രസ് വേയിലെ 100 കിലോമീറ്റർ റോഡ് വെറും 100 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ടാണ് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്. 2016 ചൈന സ്ഥാപിച്ച 105 മണിക്കൂർ എന്ന മുൻ റെക്കോർഡ് മറികടന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. GDP നിരക്ക് 6.5%. ഇത് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി. 2030 $7.3 ട്രില്യൺ GDP പ്രതീക്ഷിക്കുന്ന 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പാതയിലാണ് ഇപ്പോൾ ഇന്ത്യ. ഗോതമ്പിന്റെ അരിയുടെ ഏറ്റവും വലിയ ഉത്പാദകരായി ഇന്ത്യ നിർമ്മിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന 1ാമത്തെ രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. ഏറ്റവും വിജയകരമായി G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ ആഫ്രിക്കൻ യൂണിയനെ G20 ഉൾപ്പെടുത്തി അതിനെ G21 ആക്കി. അത് ചരിത്രപരമായ നിമിഷം. അറബ് രാജ്യങ്ങളിലേക്ക് എങ്ങാനും നരേന്ദ്രമോദി ഒന്ന് കാലുകുത്തി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്താല്? ഇപ്പൊ ജോർദാനിലും ഒക്കെ പോയിട്ട് വന്നതാ. എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് നരേന്ദ്രമോദി എത്ര തവണയാ സൗദിയിൽ പോയത്, എത്ര തവണയാ ദുബൈയിൽ പോയത്?
ഖത്തറില് എന്തേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? നിങ്ങൾ ഈ കിടന്ന് വളവളാന്ന് കിടന്ന് അലയ്ക്കുന്നത് പോലെയല്ല എല്ലാ രാജ്യങ്ങൾ തമ്മിലും ഇന്ത്യ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? വികസനമാണ്. ഏതെങ്കിലും ഒരു മത മുറിയന്മാരുടെ കാലിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ ചുരുട്ടിക്കൂട്ടി അകത്താക്കി കൊടുക്കുക എന്നതല്ല, അതിൽ നിന്നും അടർത്തിയെടുത്ത് വികസിപ്പിച്ച് ഇവന്മാരുടെ ആസനം തകർക്കുക എന്നതാണ് ലക്ഷ്യം. 2014 രാജ്യത്ത് ഏകദേശം 500 താഴെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 2024-25 ആകുമ്പോഴേക്കും ഏകദേശം 1.5 ലക്ഷത്തിലധികമായി സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറി ഇന്ത്യ. 2025 ഒക്ടോബർ വരെ സർക്കാർ അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1.95 ലക്ഷത്തിലധികമാണ്. ഇന്ത്യയൊട്ടാകെ ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ വിജയകരമായി സംഘടിപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യയാണ്. വനിതാ സംവരണ ബിൽ വിജയകരമായി പാസാക്കി. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യൽ വിജയകരം. മുത്തലാഖ് നീക്കം ചെയ്യൽ വിജയകരം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വിജയകരം. മേക്ക് ഇൻ ഇന്ത്യ വിജയകരം. ഡിജിറ്റൽ ഇന്ത്യ UPI വിജയകരം. സ്കിൽ ഇന്ത്യ വിജയകരം. ചാർധാം പദ്ധതി വിജയകരം. സ്വച്ഛ് ഭാരത് അഭിയാൻ വിജയകരം. VIP സംസ്കാരം ലാൽ ബട്ടി നിർത്തലാക്കി. ഇന്ത്യയിൽ വിശിഷ്ടാതിഥികളുടെ വാഹനങ്ങളിൽ ലാൽ ബട്ടി അഥവാ ചുവന്ന ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഭാരത് മാല പദ്ധതി വിജയകരം. സാഗർ മാല പദ്ധതി വിജയകരം. സോജിന ടണലിന്റെ നിർമ്മാണം വിജയകരമായി പുരോഗമിക്കുന്നു. 2030 പദ്ധതി പൂർത്തീകരിക്കും. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിർമ്മിച്ചു. സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം നിർമ്മിച്ചു. നോട്ട് നിരോധനം വിജയകരം. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കി. ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ എന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ 36 ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങി. 2025 വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി വിജയകരമായി തുടരുന്നു. ഗ്രാമ വ്യവസായ വിൽപ്പന 4 മടങ്ങ് വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ ചരിത്രപരമായ വളർച്ച കൈവരിച്ചു. 2024-25 വിൽപ്പന 1.70 ലക്ഷം കോടി കടന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഈ മേഖലയുടെ ഉത്പാദനത്തിൽ 347% വർധനമുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് 2014-15 760 ആയിരുന്ന സർവകലാശാലകളുടെ എണ്ണം 2025 ജൂണിൽ 1338 വർദ്ധിച്ചു. 2014 മുതൽ മോദി സർക്കാർ ഇന്ത്യയിലുടനീളം ഏകദേശം 390 പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു. 2025 തുടക്കത്തിൽ രാജ്യത്തെ മൊത്തം സർവകലാശാലകളുടെ എണ്ണം 1200-ലധികമായി. ISRO ബജറ്റ് 13,400 കോടി. കഴിഞ്ഞ 10 വർഷത്തിൽ ISROയുടെ ബജറ്റ് ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5,600 കോടിയിൽ നിന്ന് 13,400 കോടിയിലധികമായി വർദ്ധിച്ചു. ഉഡാൻ പദ്ധതി വിജയകരം. 2014 മുതൽ ഇന്ത്യ അതിന്റെ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാക്കി. 145 വിമാനത്താവളങ്ങൾ, 2 ജലവിമാനത്താവളങ്ങൾ, 13 ഹെലിപോർട്ടുകൾ എന്നിവയുൾപ്പെടെ 160-ലധികം പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങൾ തുറന്നു. ഏകദേശം 6 ലക്ഷം കോടി രൂപ ചെലവിൽ 10,000 കിലോമീറ്റർ നീളമുള്ള 25 പുതിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ കൂടി രാജ്യത്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ നിശബ്ദ വിപ്ലവം കൂടി പൂർത്തിയാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയെ മറ്റേതൊരു ലോകരാജ്യത്തോട് കിടപിടിക്കുന്ന ശക്തിയായി മാറ്റും. ഇന്ത്യ ഇന്ന് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, കാലാവസ്ഥാ പ്രവർത്തനം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ ഒരു പ്രധാന ആഗോള ശബ്ദവുമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് BJP സർക്കാർ രാജ്യത്ത് ഇത്രയും മാറ്റം കൊണ്ടുവന്നത് എന്നത് ഓർക്കണം നിങ്ങൾ. റോഡ്, റെയിൽവേ, നദി, പാർപ്പിടം തുടങ്ങിയ വിവിധ മേഖലയിൽ ഈ ഒരു കാലയളവിലുണ്ടായ മാറ്റം ചെണ്ടകൊട്ടി അറിയിച്ചില്ലെങ്കിലും നടന്നിട്ടുള്ളതാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ പോലും നടന്നു എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നത് പോലെ നരേന്ദ്രമോദി എങ്ങും ഒന്നും ഒരു വീരവാദവുമായിട്ട് എവിടെയും കയറി വന്നിട്ടില്ല. മറിച്ച് താൻ എന്താണോ ചെയ്യേണ്ടത് അതിനകത്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. ഒരു മതതീവ്രവാദികളുടെ കരങ്ങളിൽ കൊണ്ടുപോയി രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ തയ്യാറായ കോൺഗ്രസ് ഭരിച്ചു മുട്ടിച്ച ഭാരതത്തെ ഇന്ന് പച്ച പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് നരേന്ദ്രമോദി. എത്രയെത്ര ഭരണ പരിഷ്കാരങ്ങള് എത്രയോ തവണകളില് നമ്മളതൊക്കെ എണ്ണി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വഖഫ് അടക്കം 2013 ഏറ്റവും ഒടുവിൽ മൗനി ബാബയുടെ അധ്യക്ഷതയില് ഏവന്റെ ഭൂമിയും ചൂണ്ടിയെടുക്കാൻ ഒരു നിയമമൊക്കെ ആക്കി കൊടുത്തത് നമ്മളാരും മറന്നിട്ടില്ല. മദ്രസകൾക്ക് ഫണ്ട് അനുവദിച്ചു കൊടുത്തതും, മദ്രസ അധ്യാപകരുടെ ആകുലതകൾ സ്വന്തം ഭരണകർത്താക്കളുടെ ആകുലതകളാക്കി എടുത്തതും, രാജ്യത്തൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ, ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ മതമൗലികവാദികളുമായി ചർച്ച നടത്തിയിട്ടേ പാടുള്ളൂ എന്ന പുതിയ അലിഖിത നിയമം കൊണ്ടുവന്നതുമൊക്കെ ഈ രാജ്യത്തിന്റെ പുരോഗതിയായി, ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നാളെ ശരീഅത്ത് നിയമം വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കൊള്ളും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്ന്. അവശേഷിക്കരുത് എന്നത് നമ്മുടെ നാട്ടില് ബംഗ്ലാദേശികളും പാക്കികളും അഫ്ഗാനികളും ഒക്കെ പല രൂപത്തിലും വന്ന് താമസിക്കുന്നു. നോക്ക്, ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെയുള്ള ആസാമിലെ ധീരനായിട്ടുള്ള മുഖ്യമന്ത്രി, UP യോഗി ആദിത്യനാഥ് ചില്ലറ പുള്ളികളൊന്നുമല്ല. അതുപോലെ ഉത്തരാഖണ്ഡ്, അവരൊക്കെ
നാടിന്റെ നന്മയ്ക്കു വേണ്ടിയും രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടിയും ഈ രാജ്യത്തെ എതിർക്കുന്ന തീവ്രവാദികൾ 24 മണിക്കൂറിനകം പെട്ടിയും കുട്ടിയും പെറുക്കി സ്ഥലം വിട്ടിട്ടില്ലെങ്കിൽ നാറികളെ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഒന്നുകിൽ നീയൊക്കെ നിന്റെ നാട് സ്വയം പിടിക്കണം, അതല്ലെങ്കിൽ ഇവിടത്തെ ജയിലുകൾ തുറക്കാൻ അതിനകത്ത് സ്ഥലം തികയാതെ വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബംഗ്ലാദേശികളായ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള, എല്ലാവരും ക്രിമിനൽ അല്ല, സമ്മതിക്കുന്നു, അങ്ങനെയുള്ള ഭീകരന്മാർ നമ്മുടെ നാട്ടിൽ മതിയായിട്ടുള്ള രേഖകളില്ലാതെ വന്ന് താമസിക്കുന്നു. അവരെയൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ആദരിക്കുകയാണോ ഒരു നാടിന്റെ ഉത്തരവാദിത്വം, സുരക്ഷ, അവരുടെ സുരക്ഷിതത്വമൊക്കെ ബാധ്യതയായിരിക്കുന്ന ഒരു ഭരണകൂടം ചെയ്യേണ്ടത്? എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഹിമന്ത ബിശ്വ ശർമ്മ. അസം സർക്കാർ അസമിലെ ഫോറിൻ ട്രൈബ്യൂണൽ ഇന്ത്യൻ മണ്ണിൽ ഒറ്റ ബംഗ്ലാദേശികൾ അവശേഷിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 15 ബംഗ്ലാദേശികളെ നാടുകടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അസം സർക്കാർ. അസമിലെ ഫോറിൻ ട്രൈബ്യൂണൽ 24 മണിക്കൂറിനുള്ളിൽ രാജ്യവിടാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 6 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് നാടുകടത്തുക. അനധികൃത കുടിയേറ്റക്കാരെന്ന് സംശയിക്കുന്ന കേസുകൾ തീരുമാനിക്കാൻ നിയോഗിക്കപ്പെട്ട ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ് ഫോറിൻ ട്രൈബ്യൂണൽ. 15 കുടിയേറ്റക്കാരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്നവരുമാണെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. ഡിസംബർ 17 പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ നാഗോൺ ജില്ലാ കമ്മീഷൻ ദേവാശിഷ് ശർമ്മ ഉത്തരവ് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ രാജ്യവിടാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ചയാണ് ഇത് അവർക്ക് കൈമാറിയത്. ഉത്തരവ് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ അസം പ്രദേശത്ത് നിന്ന് ഒരു ധീരനായ അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഒരു ഭീകരനും ഒരു തീവ്രവാദിക്കും ചന്തി ഉറപ്പിച്ചൊരിടത്ത് ഇരിക്കാനും കാൽപാദം തറപ്പിച്ചൊരിടത്ത് നിൽക്കാനും പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും പിടിവീഴാം. ഇന്ന് ഖുർആൻ പടക്കരൂപത്തിൽ കത്തിയത് കണ്ടോ? നാളെ ടിഷ്യൂ അകത്തില്ലെന്ന് ആര് കണ്ടു? ഇതും ഒരു കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവുമേന്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ ഉടലും തലയും വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് സ്വതന്ത്ര ഭാരതമാണ് എന്നൊന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. ഇപ്പൊ നോക്കിയേ, ഈ അബ്ദുൽ ഹസീബ് മലയാളം എഴുതുന്നൊന്ന് നോക്കിക്കേ. ഇവരോടൊക്കെ എന്തോ പറയാനാ. ഒരല്പം പോലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീമാണ് ഈ വന്ന് കമന്റ് എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവരെ ഒഴിവാക്കി വിടാം. കാരണം നമ്മുടെ ടൈം വേസ്റ്റ് ആകും. അറിയത്തില്ല അക്ഷരങ്ങളൊന്നുമേ, മലയാളം പോലും മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയത്തില്ല. അപ്പോൾ അവർക്ക് വിവരദോഷികളാണ് എന്ന് കണ്ട് നമുക്ക് അവരെ ഒഴിവാക്കി വിടാം. അവരോട് സംസാരിച്ചിട്ട് നമ്മുടെ സമയം എന്തായാലും മാർക്സിസ്റ്റുകാരുടെയൊക്കെ നല്ല നമ്മളെ ലീഗനല്ല, പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒതിർത്തിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോ സംസ്ഥാനത്തിന്റെ അഭിനന്ദനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർകളെ ആദരപൂർവ്വം ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലായോ? ക്ഷണിച്ചോളും. മൂത്രമൊഴിച്ചാൽ കഴുകാത്ത, ഒരിക്കൽ പോലും ഒലുവെടുക്കാത്ത കാഫിറുകളായിട്ടുള്ള ഈ ഭരണാധികാരികളെക്കാൾ എന്തുകൊണ്ടും നല്ലത് പാണക്കാട് തങ്ങളല്ലേ എന്നതിനകത്ത് മതമൊന്നുമില്ലല്ലോ. ഇതൊരു മതേതരത്വമല്ലേ? എന്നിട്ട് ആ വേദിയിൽ പോയി നിന്നിട്ട് അവരുടെ ക്ഷണം സ്വീകരിച്ച് അവർക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്ന ഇവരെയൊക്കെ എന്തോ പറയാനാ? വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ടാണ് ഇവര് കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇതുപോലത്തെ ഒരുപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ഒരേപോലെ തന്നെ ഉള്ളത്. അതുകൊണ്ട് പോട്ടെ, നമ്മുടെ ലക്ഷ്യം അത് പൊളിക്കലല്ലോ.
ഇവിടേക്ക്. അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയമല്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട വാതിലില്ലേ? ഒരു പിന്നെ ആശയം നടപ്പിലാക്കുമ്പം അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയമാവണം എന്നുള്ളതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ച കൺസേൺ എന്നുള്ളത്. അപ്പൊ ഇവിടെ സൂംബ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കും ഇവിടേക്ക്. അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു അല്ല, വിഷയമല്ല. തുറന്നിട്ട വാതില് എന്ന് അപ്പൊ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും തുറന്നിട്ട ആർക്ക് തുറന്നിട്ട വാതില്? എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഏ മുസ്ലിം സ്ത്രീകൾക്ക് തുറന്നിട്ട വാതിലോ? ഏ ആണോ? ശരി, അവര് തന്നെ പറയട്ടെ കേട്ടോ. അതാണ് അതിന്റെ ഒരു പഞ്ച്. എത്തിയല്ലോ. പ്രസംഗം നടന്നത് നാട്ടുകാരെ കാണിക്കാനല്ലേ, അല്ലാതെ അനക്ക് തന്നെ കാണാനാണല്ലോ. വല്ല ഗുഹയിലോ അതിന്റെ പുറയ്ക്കകത്തോ. അള്ളാഹു നിങ്ങൾക്ക് കോവർ കഴുതകളെ വാഹനങ്ങളായി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മോഷണ കേസ് പ്രതി പിടിയിലായി. അല്ല, എല്ലാ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാഹു പഠിപ്പിച്ചു. അത് ആദം നബിന്റെ മക്കളാവുന്ന അമ്പിയാക്കന്മാര് ഭൗതിക ടെക്നോളജികളെല്ലാം അവർ ഉപയോഗപ്പെടുത്തിയത്. അവർ ഇലാഹിയായ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടിട്ട് അവരെന്തായി അതിന് വികസിപ്പിച്ചു. അതാണ് ആകാശത്തു കൂടി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. എല്ലാ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാഹു പഠിപ്പിച്ചു. അത് ആദം നബിന്റെ മക്കളാവുന്ന അമ്പിയാക്കന്മാര് ഭൗതിക ടെക്നോളജികളെല്ലാം അവർ ഉപയോഗപ്പെടുത്തിയത്. വല്ലോ മനസ്സിലായോ? നമ്മുടെ വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഇന്റർനെറ്റ്, ഈ ടെക്നോളജി എല്ലാം കണ്ടുപിടിച്ചത് ആദം നബിയായിരുന്നു. ഇത് ഇദ്ദേഹത്തോട് ആരാ പറഞ്ഞത് എന്നൊന്നും ചോദിച്ചു കളയരുത്. കാരണം വട്ടത്തരവും പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ പറയുമ്പോൾ തെളിവൊന്നും ചോദിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ആ ടെക്നോളജി ശരി, ഇച്ചിരി ടെക്നോളജി ആകാം. CM വലിയുള്ളാഹി മഖാം. കോഴിക്കോട് മോഷണ കേസ് പ്രതി പിടിയിലായി. മടവൂർ CM വലിയുള്ളാഹി മഖാമിൽ നിന്ന് ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിച്ച കേസിലെ പ്രതി PK മുഹമ്മദ് ഹനീഫിയാണ് ഇപ്പോൾ പിടിയിലായത്. സമീർ സി മുഹമ്മദ് അപ്ഡേറ്റ് ചെയ്തു. വാർത്ത കോഴിക്കോട് നിന്നാണ്. സമീർ, ഗുഡ് മോർണിംഗ്. പറയും. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണ് CM മടവൂര്. അവിടുന്ന് മോഷണം പോയിട്ട് അയാളെ ഒന്ന് തടയാൻ പോലും പറ്റിയിട്ടില്ല. കപ്പലൊക്കെ നിന്ന് പോയി കഴിഞ്ഞാല് CM മടവൂരിനെ വിളിച്ചാൽ മതി, അയാൾ ഓടി വരും. ഇതാണ് നമ്മുടെ ഫാത്തിമ തഹ്ലിയ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വാതില് കേട്ടോ. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്റ്റേജിലേക്ക് കയറാൻ പാടില്ല. പെണ്ണ് ചന്തി കുലുക്കി ഉമ്മറം കുലുക്കി ഡാൻസ് കളിക്കുന്ന ഏർപ്പാട് നമുക്ക് പറ്റില്ല. പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല, പാടില്ല. ഇതൊക്കെ പറഞ്ഞ അതേ ആളുകളുടെ നേതൃത്വത്തില് ഉളുപ്പില്ലാതെ വന്നിട്ട് തഹ്ലിയ പറയുക പെണ്ണുങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന മതം ഇസ്ലാമാണ്. ശരി, വേഷം കെട്ടിയാൽ ആടണം, ആടിത്തിമിർക്കണം. ആ വേഷത്തോടൊരു ഒരു കൂറും പ്രതിബദ്ധതയും ഒരാത്മാർത്ഥതയും ഒക്കെ കാണിക്കണമല്ലോ. അതാണെന്നേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ശരി, ബുറാക്കിനെ കുറിച്ച് എന്താണ്? അത് പ്രവാചകന് മാത്രം നൽകിയ ഒരു പ്രത്യേക വാഹനമാണ്. അള്ളാഹു നിങ്ങൾക്ക് കോവർ കഴുതകളെ വാഹനങ്ങളായി നൽകിയിട്ടുണ്ട്. ബുറാക്കിനെ കുറിച്ച് ബുറാക്കിന് ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആദം നബി ഉണ്ടാക്കിയ ടെക്നോളജിയാണ്. ശരി, വെച്ചാ പോരെ. പ്രസംഗം നടന്നത് നാട്ടുകാരെ കാണിക്കാനല്ലേ, അല്ലാതെ അനക്ക് തന്നെ കാണാനാണല്ലോ. വല്ല ഗുഹയിലോ അതിന്റെ പുറയ്ക്കകത്തോ വെച്ചാ പോരെ. ബോംബെയുടെ തെരുവ് പോയി നോക്കിയോ? അവരൊരുങ്ങുന്നതിനാ? അവർ കൺവെൻഷൻ എന്തിനാ? അവരെന്തിനാ മുഖത്ത് മുട്ടിയിടുന്നത്? അവരെന്തിനാ വേക്കല് മുല്ല വെക്കുന്നത്? വരുന്ന കസ്റ്റമറെ ആകർഷിക്കാനാ. ഉസ്തു, നീ ദൈവത്തിന്റെ വലിയ ആളാ, പക്ഷെ നീ ഒരുപാട് തെറ്റ് ചെയ്തു. എന്നോടാരാ ബോംബെയിലെ തെരുവിൽ പോയി നോക്കാൻ പറഞ്ഞേ? നീ നോക്കിയോണ്ടല്ലേ നീ ഇത്രയും കാര്യമായിട്ട് ഓർത്തിരിക്കുന്നേ. നീ അവര് പുറകില് മുല്ല വെച്ചതും നോക്കി, നീ അവര് കൺമഷി ഇട്ടതും നോക്കി, അവര് പുട്ടി ഇട്ടതും നോക്കി. അതൊക്കെ എന്നാത്തിനാ നിനക്ക് അറിയത്തില്ലേ? അവിടെ സ്റ്റേജ് കെട്ടി നാടകം കളിക്കാൻ അനക്ക് നാണമില്ലേ ഈ വേണ്ടാത്തിടത്തൊക്കെ നോക്കാൻ?
ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ടല്ലേ അനക്ക് അവര് വേശ്യയായിട്ട് തോന്നിയത്? നീ ആ ബോംബെയിലെ തെരുവിൽ പോയി ആ പെണ്ണുങ്ങളെ നീ നോക്കിയില്ലേ? അന്നോടാരാ ആവശ്യമില്ലാത്തടത്തും വേണ്ടാത്തടത്തൊക്കെ നോക്കാൻ പറഞ്ഞേ? അനക്ക് നാണമില്ലേ? നിങ്ങൾ അങ്ങനല്ല, എന്നിട്ടും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണത്? പിശാച് ബാധ ഏറ്റു. അതന്നെ പിശാച് മനസ്സിൽ മന്ത്രിച്ചു. അല്ല തന്ന നല്ല കളുണ്ടായിരുന്നു, അല്ല തന്ന നല്ല ചിന്ത ഉണ്ടായിരുന്നു, അതൊക്കെ മറിച്ചേക്കാനൊക്കെ അല്ല പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാവരും മാറി. ആരുടെ ദേഹത്തൊരു കുഴപ്പമില്ല, അന്റെ ദേഹത്താണ് പിശാചുള്ളത്. അല്ലടാ അലവലാതി, നീ അല്ലേ പറഞ്ഞത് അധ്യാപകർ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നതും ഉസ്താദുമാര് കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതിന്റെയും കാരണം പുരുഷൻ പെണ്ണിലേക്ക് നോക്കുമ്പോൾ, പൈതലുകൾ മുട്ടിലിഴയുന്ന പൈതലുകളിലേക്ക് നോക്കുമ്പോൾ അവരെ ഒരു ഇറച്ചി കഷ്ണമായിട്ട് തോന്നുമെന്നും കയറി പിടിക്കാനും കളിക്കാനും തോന്നുമെന്നും അതവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണെന്നുമല്ലേ ഈ അലവലാതി പ്രസംഗിച്ചത്? എന്നിട്ട് ഈ അലവലാതിക്കെതിരെ കേരളത്തിലേതെങ്കിലും ഒരു നവോത്ഥാന നാറികള് ശബ്ദമുയർത്തിയോ? മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും വേശ്യകളായും ഇറച്ചി കഷ്ണമായും ചിത്രീകരിച്ച ഈ നാറി പറഞ്ഞത് അങ്ങനെയാണ്. തീർന്നില്ല. പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന വീടുകളിലേക്ക് കയറിപ്പോയാൽ ജെട്ടിയും ബ്രേസറും വരെ ഊരി ഡൈനിങ് ടേബിളിന്റെ പുറത്തിട്ടിരിക്കുമെന്ന്. ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഡൈനിങ് ടേബിളൊക്കെ. ഞങ്ങൾ ആരും ജെട്ടിയും പ്രായും ഇടുന്ന സ്ഥലം ഡൈനിങ് ടേബിൾ അല്ല. അപ്പോൾ ഇവന്റെ തീവ്രവാദം അറിയാമല്ലോ. ഇവൻ പോയിരിക്കുന്ന വീടുകൾ ഇവന്റെ തന്നെ ബന്ധു വീടുകളായിരിക്കില്ലേ? ഇവന്റെ തന്നെ സഹപ്രവർത്തകരുടെ വീടുകളായിരിക്കില്ലേ? അപ്പൊ ആ വീടുകളിൽ ജെട്ടിയും ബ്രേസറും ഒക്കെയാണ് നമ്മൾ അവിയലും സാമ്പാറും പൊരിച്ചമീനും പപ്പടവും